ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെന്താ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിയിരുന്നു. കുറേ പുതിയ പ്രൊഡക്റ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെന്താ ഫ്രിഡ്ജ് വാങ്ങിക്കുമെന്ന് പറഞ്ഞത്, പക്ഷേ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രോ കമൻറ്റ് ചെയ്തായിരുന്നു, എന്തോ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടി 2 രൂപ കൂട്ടിയിടാനോ അങ്ങനെ എന്തോ. പക്ഷേ കൂട്ടിയിടണമെങ്കിൽ മോശമില്ലടാ, മാർക്കറ്റ് പ്രൈസിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 രൂപ കൂട്ടാം എല്ലാ പ്രോഡക്റ്റിനും. മാർക്കറ്റ് പ്രൈസിനെക്കാട്ടി 1.5 രൂപ കൂട്ടാം, കുഴപ്പമില്ല. 4 അല്ല വേണ്ട, ഒരു ലിമിറ്റിലൊക്കെ ഇരിക്കട്ടെ. 4.5 മതി. 2 രൂപ കൂട്ടുന്നില്ല, ഒരു 7.5 ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ടല്ല ഒരു ഫ്രിഡ്ജും, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പർച്ചേസ് ഫ്രിഡ്ജ് ഓർ ഷെൽഫ് എന്നാണ്. പക്ഷേ നമുക്ക് 2 ഫ്രിഡ്ജും 2 ഷെൽഫൊക്കെ വാങ്ങിക്കാം, പ്രശ്നമുള്ളതൊന്നുമല്ല. ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. റിച്ചാണ്. പക്ഷേ ഇവന്മാർ ഈ വില കൂടുതലാണ് കേട്ടോ, സാധനം വാങ്ങിക്കാണ്ട് പോകും, അതാണ് പ്രശ്നം. അവന് കുറേ സ്റ്റോക്ക് കൊടുത്തിട്ട് ബാക്കിയായി പോയില്ലേ, മോശമല്ല അതൊക്കെ. അപ്പം നമുക്ക് എന്തായാലും എന്താ ബ്രെഡാ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും തുടക്കത്തിൽ തന്നെ രണ്ടല്ല ഏറ്റവും വലിയ ഫ്രിഡ്ജ് നോക്കിയിട്ട് വാങ്ങിക്കാം. ഫ്രിഡ്ജ്, ഷെൽഫ്, ഇതെന്തൊരു സ്പോട്ട് ലൈറ്റ്, കുഴപ്പമില്ല, കാശുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതെന്ത് ചെയ്യോ? ഓക്കെ, ഓർമ്മയോടെ വേണ്ടായിരുന്നല്ലേ. കുഴപ്പമില്ല, സീറ്റ് ഇടോട്ടെ. വിളിച്ചേ കത്തി നിൽക്കുന്ന കേട്ടോ അവിടെ. ഹുഷു വേണ്ട, ലൈറ്റ് വേണ്ട. പിന്നെന്തായിരുന്നു ഫ്രിഡ്ജ് എവിടെ? ഇത് ഫ്രിഡ്ജല്ല, പറ്റിച്ചാ. ഷെൽഫാണ് കേട്ടത്. അല്ല, ഇത്രയൊക്കെ ഷെൽഫായിട്ട് വെക്കാനുള്ള സാധനം കിട്ടുമെന്ന് എനിക്കറിയാത്ത. ഓക്കെ, ഷെൽഫ് സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുവാണ്. ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കട്ടെ. കുറച്ചുകൂടി വിട്ടിരുന്നോട്ടല്ലേ, ആൾക്കാർക്ക് എടുക്കാൻ പറ്റത്തില്ല, സാധനം എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞേ. ഇനി എന്തൊരു പർച്ചേസ് ന്യൂ സെക്ഷൻ. ന്യൂ സെക്ഷൻ കിട്ടിയ മാനേജ്മെൻറ്റ് ഇല്ലല്ലോ. കുറേ റെൻ്റ് അടക്കണ്ടല്ലോ, കടയും തുറക്കണോ. ലൈസൻസ് വേണ്ട, ലൈസൻസ് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളൊന്നും ആദ്യം വലുതാക്കാൻ പറ്റും കേട്ടോ. 150 കൊടുത്താൽ വലുതാവും. അത് നമുക്ക് അടുത്തതിൽ വലുതാക്കാം. ഇപ്പോൾ വലുതാക്കിയിട്ട് നമുക്ക് കാര്യമില്ല, കാരണം നമുക്ക് കുറേ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ളത് ഒന്ന്, ഇതൊക്കെ നമുക്കൊന്ന്, എവിടെ പോയി? ഇതൊക്കെ നമുക്കൊന്ന് പുതിയത് കിട്ടിയപ്പോൾ വന്നുള്ള സാധനങ്ങളാണ്. നമുക്ക് എല്ലാം അങ്ങോട്ട് ഓർഡർ ചെയ്യാം. എല്ലാം നമുക്ക് സ്റ്റോക്കാക്കി വെക്കാല്ലേ. മാക്സാ അച്ചതിയായിപ്പോയില്ല. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് വാങ്ങിയേക്കാം. ഇപ്പോൾ അതിന് മാത്രമായിട്ട് പ്രശ്നം വേണ്ട. പറണ്ട് എന്തൊരു പഞ്ഞൂട്ടയ്യാ. പെട്ടി എന്തിനാ എനിക്ക്? ഈ പെട്ടിയൊക്കെ കളയണാണ്. പെട്ടി മറിച്ച് വെക്കാൻ പറ്റുന്ന കുറെ കാശുണ്ടാക്കുന്നു. നമുക്ക് സ്റ്റോറേജ് റൂം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് നമ്മളെ ഇതിൻ്റെ ബാക്കിലായിട്ട് വെക്കാം. എന്തൊരു സാധനം. സാറണ്ട. ഓക്കെ, അവിടെ ഞാൻ ബ്രെഡും വാങ്ങിയിരുന്നു. കൊണ്ടും ഒരു പെട്ടി ബ്രെഡ് വെറുതെ ഇരിക്കും അവിടെ. എന്താ ഇതും ഫുള്ള അവിടെ ഇരിക്കട്ടെ. എന്തൊരു കാപ്പിപ്പൊടിയാ. ഇതിനൊക്കെ കാശിടണം ഇറ്റേ, അല്ലെങ്കിൽ ആൾക്കാർ ഫ്രീ ആയിട്ട് സാധനം വാങ്ങിക്കൊണ്ടോ. മാർക്കറ്റ് പ്രൈസ് 2.66. അപ്പം നമുക്കൊരു 3.5 ഇടാം. 1 രൂപ കൂട്ടിയിടാം. 1 രൂപ കൂട്ടിയിടാം. 1 രൂപ അല്ല കേട്ടോ, $1 കേട്ടോ. അത് നമ്മൾ അതാലോചിക്കണം. അല്ല, അപ്പം $5 കുഴപ്പമില്ല. എന്തൊരു പട്ടി സ്കെറ്റാ. കേക്ക് ഫാമിലി പാക്കാണ്. അത് കുറേ ഉണ്ട് കേട്ടാ, ഒരു പെട്ടിക്കകത്ത് കുറേ ഉണ്ട്. വെള്ളം ഫ്രിഡ്ജ് വെക്കേണ്ട ഫസ്റ്റ് ഐറ്റം കേട്ടാ. താനേ മുകളിലിരുന്നാൽ മതി. ഒരു പെട്ടിയും കൂടി വാങ്ങിയല്ലേ വെള്ളം. ഓയിൽ
സാധനം ബാക്കിയുണ്ട്. സ്ഥലമല്ല നമുക്ക്, ഉള്ള സ്ഥലം സ്റ്റോറേജ് റൂം ആക്കും. അമ്മ ഫുൾ വെർഷൻ നമുക്ക് വാങ്ങിക്കണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വാങ്ങിക്കും ഫുൾ വെർഷൻ. ഇത് കൊള്ളാം. ഞാൻ ഓഫ്ലൈനിൽ നിലയിൽ എൻ്റെ ആയിട്ടൊരു $1000 ഉണ്ടാക്കിയിട്ടുണ്ട്. $1000 ഞാൻ ഉണ്ടാക്കി. $1000. ഓ, ഒരു പാക്കറ്റ് പാലും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കണം കേട്ടാ. വാങ്ങിക്കാം. എവിടാ വെള്ളം, പാല്, പർച്ചേസ്. ഇന്ന് അത്യാവശ്യം ഞാൻ ലാഭം ഉണ്ടാക്കും. പക്ഷെ ലാഭത്തിനെക്കാട്ടിയും കൂടുതൽ ചിലവാണ് കേട്ടാ. $800 ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് കളി തുടങ്ങുമ്പോൾ. ഇന്നത്തെ ഡേ തുടങ്ങുമ്പോൾ $800 ഉണ്ടായിരുന്നു. $59 ആയിട്ടുണ്ട്. ഓ, ഞാൻ ലാസ്റ്റ് വെച്ചിരുന്ന പ്രൈസ് സെറ്റ് ചെയ്തിട്ടില്ല. 3 രൂപയാണ്. അപ്പം നമുക്ക് 4 രൂപ കൊടുക്കാം. പീനട്ട് ബട്ടർ $4. അപ്പം വെള്ളക്കുപ്പിക്കൊക്കെ എത്രേ? $3. അതിൽ പിന്നെ 5 ഇരിക്കട്ടെ. പാല് കൂടുതൽ കുഴപ്പമില്ല. $5 പാല് ഒരു കുഴപ്പമില്ല. ആ ഫ്രിഡ്ജ് അങ്ങോട്ട് നിറക്കാൻ പോണു ഞാൻ. അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്കൊരു പുതിയ ലൈസൻസ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ ലൈസൻസും അതിൻ്റെ സാധനങ്ങളും നിറച്ച ഒരു ഫ്രിഡ്ജും കൂടി വേണ്ടി വരും മിക്കവാറും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കട അങ്ങോട്ട് തുറക്കുവാണ്. ഇന്നത്തെ ലാഭം എത്ര ഉണ്ടാണോ? പക്ഷെ സ്ഥലം ഉണ്ടല്ലോ ഇത്. അപ്പോൾ നമുക്ക് തുറന്നതിലെല്ലാം കിട്ടി. ഇനി അടിയിലോട്ട് എന്തെങ്കിലും ഉണ്ടാ? ഇല്ല, അടിയിലോട്ടൊന്നുമില്ല. നമുക്ക് എല്ലാവരുടെ ഒപ്പം കൂടി വാങ്ങിയിട്ട് കാര്യം ചെയ്യാം. നമുക്ക് എല്ലാം 2 എണ്ണാക്കിയിട്ട് വെക്കാം. അപ്പം പിന്നെ സ്റ്റോക്കിൻ്റെ പെട്ടിയും വെറുതെ കളയണ്ടല്ലോ. മുട്ട അവിടെ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വാ. ഓക്കെ, അപ്പം അത് കട നല്ലത്തെ. അതാരെ ബെല്ലടിച്ച്? ഓ, ഞാൻ ചാനലും ബെല്ലൈക്കൻ ഞെക്കിയാണ്. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഞെക്കണം കേട്ടാ. ലൈക്ക് അടിച്ചോ, ഒരു കുഴപ്പമില്ല. 1 2 3 4. കേശറില്ലാത്ത വല്ലാത്ത പണിയാണിത്. ഞാൻ തന്നെ എല്ലാ പണിയെടുക്കണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഒറ്റണ ഇന്നോട്ടിരിക്കട്ടെ. അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ബില്ലടിക്കാൻ വിളിക്കല്ലേ. പിന്നെ സാധനമൊക്കെ തരാം. മതിലൊക്കെ എന്തിനാണോ എന്താ ടു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ? ഇപ്പൊ സാധനം തീർന്നു. ഞാനെങ്ങനെ അറിയൂത്? ബ്രെഡ് പൊട്ടിക്കട്ടെ. ഇരുമ്പത്തിന് സാധനത്തുണ്ടോന്ന്? ബ്രെഡ് ഇങ്ങനത്തിനോ? എന്താ 2 എണ്ണം ഇല്ലാത്ത? പീനട്ട് ബട്ടറും കേക്കും അല്ലേ? എടുത്താം, ഒരു പ്രശ്നമില്ല. എന്തിനാണോ അത്ര ഉപ്പ് വിളിച്ചുണ്ടൊക്കെ? 67. ചില്ലറൊക്കെ കൊണ്ടുവന്നോട് ചേച്ചി. കേക്ക്, പീനട്ട് ബട്ടർ, പഞ്ഞൂട്ടായി, കേക്ക്, പീനട്ട് ബട്ടർ. കട ഞാനിന്ന് ഇറക്കും. ഇരട്ടി ലാഭമാണ്. ഓട്ടിച്ച് കൊണ്ടിട്ട് വന്നിട്ട് വില കൊടുത്തില്ലെന്ന് പറയുന്നത് എനിക്ക് ഉളുപ്പില്ലടാ. ഇറങ്ങിപ്പോയി. $7. പഞ്ഞൂട്ടായിടാ. കണ്ട ഇവര് വില കൂടുതലെന്ന് പറയുന്നുണ്ട് കേട്ട സാധനം. അത് പ്രശ്നമാണ്. കച്ചവടം കുറയും നമുക്ക്. നമുക്ക് കുറച്ച് വില കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ നല്ല വില കൂടുതലുള്ളത്.
6.50. എടാ എല്ലാം വില കൊടുത്തിട്ടാണ്ട് പോകുന്നടാ. 7 രൂപ ഇരിക്കട്ടെ, നമുക്ക് കൊള്ളലാഭം വേണ്ട. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരു 50 പൈസ കൊടുത്തിട്ട്, അല്ല $50. ശേ $0.50. ഇത് കറക്റ്റാണല്ലോ. ഇതല്ലേ അപ്പം മാറ്റിയത്. 2.7 ഇരിക്കട്ടെ. 6.6. ഇങ്ങോട്ടേക്കൊക്കെ എന്താ വില? 3 മതി. അല്ലടാ 3.2 ഇരിക്കട്ടെ. ഓഫറുണ്ട്, ആരും പോലല്ലേ, ഓഫർ ഇട്ടോണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ കുറച്ച് വെറുതെ അല്ല ബ്രെഡ് പോകാത്ത കേട്ടാ. ബ്രെഡിന് വില കൂടുതലായതുകൊണ്ടാണ്. 2 ആഴ്ച മുമ്പ് ഒരു പാക്കറ്റ് വാങ്ങിയതാ. അപ്പം ഇട്ടത് എപ്പോഴും അവിടെ ഇരിക്കുന്നു, പോയിട്ടില്ല. അവിടെ പാലൊന്നും ആരും വാങ്ങുന്നില്ലേ? 4. എന്തൊക്കെ വാങ്ങിക്കട നീ പുതിയ സ്റ്റോക്ക്? ബയോ എക്സിന് വില കൂടുതലെന്നാ? നാറിനെ ഞാൻ നട്ടല്ലോ. എന്തൊക്കെ തീർന്ന്? പാസ്ത കഴിഞ്ഞ്, പഞ്ഞൂട്ടായി കഴിഞ്ഞ്, ഓയിൽ കഴിഞ്ഞ്. പാലിനെ വില കുറച്ചില്ലായിരുന്ന? അവിടെ പാല് ഒരു പാക്കറ്റ് പോലും പോയില്ല ആവണ ഏട്ടാ. പച്ചവെള്ളം പോയില്ല ഏട്ടാ. നമുക്ക് മാർക്കറ്റ് പ്രൈസിന് വെക്കുമ്പോൾ തന്നെ സാധാരണ അത്യാവശ്യം ലാഭം ഉണ്ട്. 50 പൈസ ഒക്കെ കൂട്ടാന്നല്ലാണ്ട് കഴുത്തറപ്പൻ കടായി മാറിയിരിക്കുന്നു. ഇനിയുണ്ടാ? എടാ വില കുറച്ചാണെന്നടാ. ഓയ്യോ ഇത്ര വില കൂടുതലാ? 7 രൂപ. ആളിയാ 4 രൂപയുള്ള വില കുറച്ചപ്പോ കണ്ട. വില കുറച്ചപ്പോ സാധനം വന്നു തുടങ്ങി. സാധനം പുറത്തിരിക്കുന്നു. മഴ വല്ലതും പെയ്ത ലൈറ്റ് ഇട്ടാലാണെന്ന് കണ്ണടിച്ചു കല്യാണത്തിന്. ഞാൻ പുതിയ ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യേ ഇമ്മനായിട്ട് ചോക്കോസാണ് തിന്നുന്നത് താന്. അതിൻ്റെ ലൈറ്റ് ഇടട്ടെ. അയ്യോ കൂടുതലായിട്ട് തോന്നിയാ? 6.5 ആക്കാം. വലിയണ്ട 4 ആക്കാം. കുട്ടി പറ, അതാണ് വില. 1 2 3 4. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫ്രിഡ്ജുമായി ഷെൽഫുമായി. നമുക്ക് അടുത്തതിൽ എന്തായാലും കുറച്ചുകൂടി കാശ് വേണ്ടി വരും. ഈ സാധനം ഫുൾ സ്റ്റോക്ക് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്ഷൻ അങ്ങോട്ട് വലുതാക്കാം. അപ്പം കട വലുതാവും. പീനട്ടോട്ടിന് വില കൊടുത്തില്ലെന്നാ? ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിർത്തുവാണ്. എന്തായാലും നമുക്ക് വല്ല റെൻ്റ് വല്ലതും അടക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ റെൻറ്റും കൂടെ അടിച്ച് കട അടക്കാൻ സമയമായി. അടക്കാനൊന്നുമില്ല. അച്ഛാ 60 പൈസക്കൊക്കെ കാത്തു നിൽക്കുന്നു. എന്തായാലും കൂടുതലുണ്ടാ? ഇല്ല. ബ്രെഡൊക്കെ പോകുന്നുണ്ടാണോ? ബ്രെഡൊന്നും പോകുന്നില്ല കേട്ടാ. ബ്രെഡിന് ഒരു അനക്കമില്ല. ക്രാഫ്റ്റ് ആൻഡ് ഫ്ലോർ ഈസ് എക്സ്പെൻസീവാ. ഇവിടെ വില കുറവാണല്ലത്. അപ്പോൾ 9 മണിയായി. നമുക്കപ്പോൾ ഇന്നത്തെ കട അങ്ങോട്ട്
ഇത് ലാസ്റ്റ് കസ്റ്റമറാണ്, ഇനി കസ്റ്റമർ ഒന്നുമില്ലേ? നാളേക്കുള്ള ബില്ല് ഇട്ടേക്കണല്ല. നാളേക്കുള്ള ബില്ല് എന്ന് പറയുമ്പോൾ മുട്ട വേണം, പിന്നെന്തോ സ്റ്റോക്കില്ലാത്ത പാസ്ത വേണം, എണ്ണ വേണം, എണ്ണ വേണം, ചോക്കോസ് വേണം, അല്ല സിറിയിലാണ്. വേറെ ഒന്നുമില്ല. കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നല്ല. എടാ കാപ്പിപ്പൊടി തീർന്നാ? അല്ലെങ്കിൽ ഞാൻ വാങ്ങിയിട്ടില്ലേ? ഓ കാപ്പിപ്പൊടി തീർന്നു കേട്ടാ. 2 പാക്കറ്റ് ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് നാളെ സ്റ്റോക്ക് വരുമ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ ഡേ അവസാനിച്ചിട്ട് നമുക്ക് എത്ര കിട്ടി നോക്കാം. ടോട്ടൽ പ്രോഫിറ്റ് -500, ബാലൻസ് വന്നിട്ട് 17. ഓക്കെ. അപ്പോൾ നമ്മുടെ $800 കൊണ്ടുവന്ന് വന്നിട്ട് $300 ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കുഴപ്പമില്ല, കടലിൽ ലാഭമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.